ഫുഡീസിന്റെ എണ്ണം കൂടി വരുന്ന ഈ കാലത്ത് ഫുഡ് സ്വാലോ ചെയ്യാൻ പോലും പേടിയുള്ളവരുണ്ടെന്ന് അറിഞ്ഞാലോ? ആൻഡ് ഇറ്റ്സ് കോൾഡ് ഫാഗോഫോബിയ. സോളിഡ് ആയിട്ടുള്ള ഫുഡ്സോ ലിക്വിഡ്സോ ഈവൻ പിൽസ് പോലും സ്വാലോ ചെയ്യാനുള്ള പേടിയാണ് നമ്മൾ ഫാഗോഫോബിയ എന്ന് പറയുന്നത്. അതൊരു ഫിസിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജോ ഉള്ളത് കൊണ്ടല്ല. ഒരാളിൽ എങ്ങനെയാണ് ഫാഗോഫോബിയ ഡെവലപ്പ് ആവുന്നത്? മേ ബി ഒരു പ്രീവിയസ് ചോക്കിംഗ് എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും തൻ്റെ മുന്നിൽ നിന്ന് ചോക്ക് ചെയ്യുന്നത് കണ്ട ഒരു പേടി കൊണ്ടാവാം. ഒരു പാനിക് അറ്റാക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ഓഫ് ആങ്സൈറ്റി വരികയോ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൻ ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു ത്രോട്ട് സെൻസേഷനോ ഉണ്ടാവുകയാണെങ്കിൽ ഇൻ സം കേസസ് ക്ലിയർ ട്രിഗർ എന്താണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഈ ഫാഗോഫോബിയ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? 1. ഒബ്വിയസ്ലി ഫിയർ ഓഫ് ചോക്കിംഗ് ഓർ സ്വാലോയിങ്. 2. ചില ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നു, എസ്പെഷ്യലി സോളിഡ്സ്. 3. വളരെ ചെറിയ ബൈറ്റ്സ് എടുക്കുക അല്ലെങ്കിൽ ഒരുപാട് നേരം ചവച്ചുകൊണ്ടിരിക്കുക. 4. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ആങ്ഷ്യസ് ആവുന്നു. ആങ്സൈറ്റി സിംറ്റംസ് ആയ നെഞ്ചിടിപ്പ്, ശ്വാസതടസ്സം ഇതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. 5. ഇതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് ലോസും സിവിയർ ആയിട്ടുള്ള ന്യൂട്രീഷണൽ പ്രോബ്ലംസും കൂടെ ഉണ്ടാവുന്നു. ഫാഗോഫോബിയ ഉള്ള ആരെങ്കിലും നിങ്ങൾക്കറിയെങ്കിൽ ടെൽ ദം ഇറ്റ്സ് ട്രീറ്റബിൾ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹെൽപ്പ് തരുന്നു അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പേടിക്കാതെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും. So, if someone struggles when eating, don't call them picky or dramatic. They may be fighting an invisible fear.